അല്ല, ഇന്നത്തെ ദിവസം അത്തരത്തിലുള്ള പരാമർശങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പരാമർശം കൊണ്ടൊരു പുതിയ ചർച്ചയോ വിവാദമോ ഒന്നും ഉണ്ടാവരുത് എന്ന് എനിക്കും നിർബന്ധമുണ്ട്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അംഗീകരിച്ച ഒരു പ്രോട്ടോകോൾ പ്രകാരമാണ് എല്ലായിടത്തും ഇന്ന് സ്വാതന്ത്ര്യദിന ആഘോഷം നടക്കുന്നത്. പാലക്കാടും അങ്ങനെ തന്നെയാണ് നടന്നത്. അല്ല, അതിന് ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ റിപ്പോർട്ട് കൊടുക്കണമെന്ന് എവിടെയില്ലല്ലോ. അത് കൃത്യമായി ചർച്ച ചെയ്ത് അതിലൊരു തീരുമാനം ഉണ്ടാവും. അല്ല, അതിനൊരു പ്രസക്തിയില്ല. ഞാനും എൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ ചിലർ അനുകൂലിച്ചു, ചിലർ പ്രതികൂലിച്ചു എന്നൊക്കെ. അങ്ങനെ ഒരു പ്രശ്നം ആ വിഷയത്തിലില്ല. അത് ഈ കാര്യം കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പിട്ട ഈ കരാർ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാനാണ്, അതിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനാണ്, അത് സംബന്ധിച്ച വിശദമായ ചർച്ചകൾക്കാണ് ഒരു സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയത്. അപ്പോൾ അതിലെല്ലാ വശവും പരിശോധിക്കും, എങ്ങനെ തുടരണം എന്നുള്ളത്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ. അപ്പോൾ അതിൽ അങ്ങനെ ആർക്കെങ്കിലും അത് വേണമെന്നോ വേറെ ആർക്കെങ്കിലും അത് വേണ്ടെന്നോ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ആ സമിതിയിൽ ഉണ്ടായിട്ടില്ല എന്ന് സമിതിയുടെ കൺവീനർ എന്ന നിലക്ക് എനിക്ക് പറയാൻ സാധിക്കും. പിന്നെ ഈ വാട്സപ്പിൽ വരുന്നതിനൊക്കെ നമ്മൾ മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ. കുറേ ആളുകൾ അനുകൂലിച്ചു, ചില ആളുകൾ പ്രതികൂലിച്ചു. അതൊക്കെ അവരുടെ ഭാവനയിലുള്ള സൃഷ്ടി മാത്രമാണ്. ഈ സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് കേന്ദ്രം തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ മറുപടി അനുകൂലമാണെന്ന് കരുതുന്നുണ്ടോ? അല്ല, അതിൽ കുറേ അപൂർണതയുണ്ട്, അല്ലെങ്കിൽ ആ വന്ന മറുപടികളെ പല നിലക്ക് വ്യാഖ്യാനിച്ചു എന്നുള്ളതാണ്. വസ്തുതകളെല്ലാം ഒന്ന് തന്നെയല്ലേ. അല്ല, അല്ല അങ്ങനെയല്ല. അതിൽ പിന്നെ നമ്മളിതൊക്കെ എല്ലാം പലതവണ ചർച്ച ചെയ്താണ്. ഇവിടെയുള്ള ഒരു കരാറ്, ആ കരാറിലെ വ്യവസ്ഥകൾ, അതൊക്കെ ആരെങ്കിലും അങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആവില്ലല്ലോ. ഫാക്റ്റ് അവിടെ കിടക്കുകയല്ലേ. നമുക്കത് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് നമ്മളെല്ലാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. എല്ലാവരും ദേശാഭിമാന പ്രചോദിതരായി ഒറ്റ മനസ്സായി നിൽക്കുമ്പോൾ അവിടെ അങ്ങനെയുള്ള വിവാദ ചർച്ചകളൊന്നും വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. പാണക്കാട് നിന്നുള്ള തിട്ടോലൊന്നും വേണ്ട, മുഴുവൻ വന്ദേമാതരം ചെല്ലണം, അല്ലെങ്കിൽ ഭീഷണി സ്വരമൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ സർക്കാർ തെളിയിച്ചോ? എന്താ ഇപ്പോൾ ഇന്നത്തെ സംഭവം? അല്ല, അതിലൊന്നും അങ്ങനെ പലജാതി വർത്തമാനങ്ങൾ പല ഭാഗത്തുണ്ടാവും. അതൊന്നും മറുപടി അർഹിക്കുന്നില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്താ അതിൽ നിങ്ങൾക്കറിയാം, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം വളരെ നല്ല ജനപിന്തുണ കിട്ടിയ ഒരു പദ്ധതിയാണ് തൂഫാൻ. ധാരാളം കേസുകൾ രജിസ്റ്റർ ചെയ്തു, കുറേ ആളുകൾ അറസ്റ്റ് ചെയ്തു, ജനങ്ങൾ മൊത്തത്തിൽ വിജിലൻ്റായി. അതൊരു പൊതുകാര്യമല്ലേ, അതിലെന്തിനാണ് വിവാദം ഉണ്ടാക്കുന്നത്? എല്ലാവർക്കും വേണ്ടതല്ലേ. ഈ നാട്ടിലെ ചെറുപ്പക്കാരെ, ഈ നാടിനെയും രക്ഷിക്കാനുള്ളൊരു വലിയ പ്രയത്നമല്ലേ നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന, ഗവൺമെൻറ്റിൻ്റെ മൊത്തം സപ്പോർട്ടോടു കൂടി നന്നായി മുന്നോട്ട് പോകുന്ന ഈ തൂഫാൻ പദ്ധതി. അതിലൊക്കെ വിവാദം ഉണ്ടാക്കുന്നത് ഒട്ടും ശരിയല്ല. അല്ല, അതൊക്കെ നമ്മൾ ഈ പൊതുപ്രവർത്തകന്മാരെ നാട്ടിലിറങ്ങുമ്പോൾ എത്രയോ ഫോട്ടോസ് എടുക്കും. ഇപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുമ്പോഴേക്ക് എത്ര സെൽഫി എടുത്തു. അതിലുള്ള ആളുകളുടെയൊക്കെ പിന്നെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ച് സെൽഫിക്ക് നിൽക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും അതിപ്പോൾ അപ്പുറത്തും ഉണ്ടാവുന്നേ. അതിലൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ എല്ലാവരും കണ്ടാൽ, പഴയ കാലത്തൊക്കെ പറയുന്നത് എടാ ഒരു ചായ പിടിച്ചിട്ട് പോകാനാ. ഇപ്പോൾ അതല്ല പറയാം, നമ്മളൊരു സെൽഫി എടുക്കാമെന്ന് പറയും. കണ്ടാലുള്ള സന്തോഷ സൂചകമായി ചെയ്യുന്നൊരു സംഗതിയാണ്. അത് എല്ലാവരും ചെയ്യും. അപ്പോൾ സെൽഫി എടുക്കാൻ വരുന്നവൻ്റെ പിന്നെ ബയോഡാറ്റ പരിശോധിച്ചിട്ടും അവൻ്റെ പിന്നെ അതുപോലെ തന്നെ കുടിക്കടം പകർത്തിയിട്ട് സെൽഫിക്ക് നിൽക്കാൻ പറ്റില്ല. അതാണ് അതിൽ സംഭവം. അല്ല, അതന്നെ അങ്ങനെയുള്ള ഫോട്ടോ കണ്ടതിനല്ലേ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ ആരോപണം വന്നത്.